എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തുടക്കക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അധിക ടൂൾസോ അതുപോലെ ഡെക്കറേഷൻസോ ഒന്നിൻ്റെ ആവശ്യമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് ഷെയ്ഡായി വരുന്നവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഈ ഓയിൽ എല്ലായിടത്തും ഒന്ന് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ച ഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഫ്ലോർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മോൾഡ് ഒക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് ഈ മോൾഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടച്ചു വെച്ചിട്ട് ഒരു 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കേക്കൊക്കെ വെന്തിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഞാനിതൊന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് 3 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഒരു ബേസ് എടുത്ത് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് അവിടെ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒരുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ക്രീം എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. വീണ്ടും ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. വീണ്ടും എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം.
ഇതിൻ്റെ സൈഡൊക്കെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണല്ലോ ഉള്ളത്, അപ്പോൾ നമുക്കിതൊരു ഹാർട്ട് ഷേപ്പിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് കഷ്ണങ്ങളും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇത് ഒരുവിധം ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു കോട്ടിങ് കൂടെ കൊടുക്കാം, ഫൈനൽ കോട്ടിങ്. അപ്പോൾ ഇതെല്ലായിടത്തും ക്രീം ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ക്രീം ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരുവിധം ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല, എന്നാലും അധികം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒരു അരമണിക്കൂർ കൂടെ ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഇനി കേക്കിലേക്കുള്ള ഗണാഷ ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം 1 മിനിറ്റ് മൈക്രോവേവിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഈ ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആകുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് ഗണാഷൊക്കെ എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബാക്കിയുള്ള ഗണാഷ് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൽ ഒരു ലെയറായിട്ട് കാണുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കാം. ലവ് എന്നാണ് എഴുതുന്നത്. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ വീണ്ടും ഒന്ന് എഴുതി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അധികം ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള ഒരു കേക്കാണിത്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡെക്കറേഷൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിൽ. ഇതൊരു സ്റ്റാർ നോസിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചിട്ടൊക്കെ ഡെക്കറേഷൻസ് ചെയ്യാം.
അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു 2-3 ഫ്ലവേഴ്സ് കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പതിവ് പോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്